എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ. പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മൈക്കൽസൺ. ആൽബർട്ട് എ മൈക്കൽസൺ ആണ് പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത്. ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ്. ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത്. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ്. വയലറ്റ് ആണ് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. CV രാമനാണ് കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കബാനി. നരീന്ദർ സിംഗ് കബാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ്. വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം. വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം വ്യതികരണം, ഇൻഡഫറൻസ്. വ്യതികരണം മൂലമാണ് വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാളികളിൽ വർണ്ണരാജി ദൃശ്യമാകുന്നത്. ഏറ്റവും ചൂടുകൂടിയ നക്ഷത്രം കാണപ്പെടുന്ന നിറം. ഏറ്റവും ചൂടുകൂടിയ നക്ഷത്രം കാണപ്പെടുന്ന നിറം നീല. ഏറ്റവും ചൂടുകൂടിയ നക്ഷത്രം നീല നിറത്തിലാണ് കാണപ്പെടുക. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസ്. നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം. സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. വോയേജർ 1 ആണ് സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം. ഏത് ഇന്ത്യൻ സംഗീതജ്ഞയുടെ ശബ്ദമാണ് വോയേജർ 2-വിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഇന്ത്യൻ സംഗീതജ്ഞയുടെ ശബ്ദമാണ് വോയേജർ 2-വിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സുർശ്രീ കേസർബായ് കെർക്കർ. ഇന്ത്യൻ സംഗീതജ്ഞയായ സുർശ്രീ കേസർബായ് കെർക്കറുടെ ശബ്ദമാണ് വോയേജർ 2-വിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൗരവലയം. സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൗരവലയം കൊറോണ. കൊറോണയാണ് സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൗരവലയം. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം അറിയപ്പെടുന്നത് ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയർ എന്നാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം അറിയപ്പെടുന്നത്. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ബുധൻ. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ബുധനാണ്. വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹം. വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനിലാണ് വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യമുള്ളത്. ഭൂമിക്ക് പുറമെ ഹരിതഗൃഹ പ്രഭാവമുള്ള ഏകഗ്രഹം. ഭൂമിക്ക് പുറമെ ഹരിതഗൃഹ പ്രഭാവമുള്ള ഏകഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഭൂമിക്ക് പുറമെ ഹരിതഗൃഹ പ്രഭാവമുള്ള ഏക ഗ്രഹം. ഭൂമിയുടേതുപോലുള്ള ഋതുക്കളുള്ള ഗ്രഹം. ഭൂമിയുടേതുപോലെയുള്ള ഋതുക്കളുള്ള ഗ്രഹം ചൊവ്വ. ചൊവ്വയിലാണ് ഭൂമിയുടേതുപോലെയുള്ള ഋതുക്കൾ ഉള്ളത്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ്. ചൊവ്വയുടെ ഉപഗ്രഹമായ
ഡീമോസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനി. ശനിയാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? നൊഖാലി. കൊൽക്കത്തയിലെ നൊഖാലിയിലായിരുന്നു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി 30. ജനുവരി 30 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാര്? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത്. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരനാര്? ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവാര്? എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞ ദേശീയ നേതാവ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചതാര്? സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചതാരാണ്? ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറുമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതായിരുന്നു? ഹൈദരാബാദ്. ഹൈദരാബാദ് ആയിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാര്? കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാരാണ്? ഹരി സിംഗ്. ഹരി സിംഗ് ആണ് കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവ്. ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവാര്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ് രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിൻ്റെ വലം കൈ ആയി പ്രവർത്തിച്ച മലയാളിയാര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിൻ്റെ വലം കൈ ആയി പ്രവർത്തിച്ച മലയാളി ആരാണ്? വി പി മേനോൻ. വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിൻ്റെ വലം കൈ ആയി പ്രവർത്തിച്ച മലയാളി. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാര്? 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി. സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിതയാര്? സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിത സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിത. സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിത. സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാരാണ്? സുജേത കൃപലാനി. സുജേത കൃപലാനിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിത. 1965 ഇന്ത്യ പാക് യുദ്ധത്തിനനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടി ഏത്?
1965 ഇന്ത്യ പാക് യുദ്ധത്തിനനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടി തഷ്കൻ കരാർ. തഷ്കൻ കരാറാണ് 1965 ഇന്ത്യ പാക് യുദ്ധത്തിനനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടി. വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട്. തലയോടാണ് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാക്കുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിൻ്റെ പേര്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിൻ്റെ പേര് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ്. ലാക്റ്റിക് ആസിഡ് ദന്തക്ഷയത്തിനാണ് കാരണമാകുന്നത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിവ? വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വാക്കുകളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നത്. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? വടക്ക്. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം 1865. 1865 പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത്. ചീരയിലയിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ചീരയിലയിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത് ആന്തോസയാനിൻ. ആന്തോസയാനിൻ്റെ സാന്നിധ്യം മൂലമാണ് ചീരയിലിൽ അതിൻ്റെ ചുവപ്പ് നിറം കാണപ്പെടുന്നത്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാട് എന്നാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്. പാമ്പുകൾ ഗന്ധം അറിയുന്നത് എങ്ങനെയാണ്? പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാക്കുപയോഗിച്ച്. നാക്കുപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയെല്ല്. കീഴ്ത്താടിയെല്ലാണ് തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. കെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. കെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരനാണ് കെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം. നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി. ജീവകം സി ആണ് നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.